മേയർ വി രാജേഷ് ഗുണ്ടായിസം കാണിച്ചു എന്നുള്ള പരാതിയുമായിട്ട് ശിവൻകുട്ടി അപ്പൂപ്പൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്റെ വേദന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. എന്തിരണ്ണ ആ ഗുണ്ടയുടെ പേരെന്താണെന്നോ? പണ്ട് നിയമസഭ തല്ലിപ്പൊളിച്ച ഗുണ്ടയുടെ പേരാണോ ചോദിക്കുന്നത്? അല്ല, പുള്ളിയും മുൻ മേയർ ആയിരുന്നേ. ആ പേര് പക്ഷെ അണ്ണൻ മറക്കാൻ സാധ്യതയില്ലല്ലോ. സൂതം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗുണ്ടയായില്ലേ ഇന്നിപ്പോ മേയറോട് അഭിനയിച്ചത്. വി രാജേഷിന് ഗുണ്ടയായിട്ട് അഭിനയിക്കാനല്ലേ കഴിവുള്ളൂ. ഗുണ്ടയായിട്ട് ജീവിക്കാൻ ശേഷിയുള്ള പലരും നിവർന്നിങ്ങനെ നടക്കുമ്പോ അഭിനയിക്കുന്നവരൊക്കെ എന്ത്? സാറേ, എന്റെ ഷോട്ടപ്പോഴാണ് ഒരു ടെൻഷൻ. പേടിക്കണ്ട, നമുക്ക് ഉടനെ തുടങ്ങാം. മുൻ മേയർ ആയിട്ടുള്ള ശ്രീകുമാർ അടക്കമുള്ള ആൾക്കാരുടെ പുറത്തുകൂടെ ചവിട്ടിയല്ലേ ആൾ കയറിപ്പോയത്. മോശം. ആളുകളുടെ പുറത്തുകൂടെ ഒക്കെ ചവിട്ടി കയറിപ്പോയോ? ചവിട്ടിയപ്പോ ഒരു കാലം ഒരാളുടെ തോളിലും മറ്റൊരു കാലം 50 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ തോളിലുമായിട്ടായിരുന്നോ വെച്ചിരുന്നത് അണ്ണ? അല്ല, അങ്ങനെയല്ലേ ചവിട്ടി കയറേണ്ടത്, അതല്ലേ ചവിട്ടി കയറ്റം. എത്ര അഹങ്കാരത്തോടുകൂടിയാണ് ഈ സമരത്തെ നേരിടുന്നതിന് വേണ്ടി പുറത്തു വന്നിരിക്കുന്നത്. ഓഫീസിനകത്തോട്ട് കയറ്റത്തില്ല എന്നും പറഞ്ഞ് കമ്മികളെല്ലാം കൂടെ തടയുമ്പോൾ അകത്ത് കയറിയിരിക്കും എന്നൊക്കെ പറയുന്ന എന്തൊരു അഹങ്കാരമാ അല്ലേ അണ്ണ? എന്തിനാ നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കുന്നത്? ധനകാര്യമന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ നിയമസഭയിലെ ഡെസ്കിലും ബെഞ്ചിലും കമ്പ്യൂട്ടറിന്റെ നെഞ്ചത്തും മാറി മാറി ചാടിക്കളിച്ച് നടന്ന് വെല്ലുവിളിക്കുന്നത് അഹങ്കാരമല്ല. നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ? പിന്നെ ഞങ്ങള് കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ ലൈവായിട്ടാ TV കൂടെ അന്ന് കണ്ടത്. അന്ന് പിടിച്ച പനി 6-7 ദിവസം കഴിഞ്ഞാ എന്നെ വിട്ടു പോയതെണ്ണ. നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ.